ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മസാല ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത്. 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളകും സവാളയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചു. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായപ്പോൾ ഇച്ചിരി വെളുത്തുള്ളിയും പച്ചമുളകും കറി ലീവ്സും ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തു. അതിനുശേഷം കുനുകുനാന്നരിഞ്ഞ കുറച്ച് സവാള ഇട്ടിട്ട് അതും ഒന്ന് സോട്ട് ചെയ്തെടുത്തു. ഇനി കുറച്ച് പൊടികളാണ് ആഡ് ചെയ്യുന്നത്. ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് ഒരു അര മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തു. പൊടികളൊക്കെ വളരെ കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ മസാലയുടെ കുത്തിങ്ങനെ പൊങ്ങി നിൽക്കും. ഇനി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. മസാലയും ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒന്ന് ഈവൻ ആക്കുന്ന രീതിയിൽ ഒന്ന് പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 1 മിനിറ്റ് അടച്ചിട്ട് വേവിച്ചു. അപ്പോഴേക്കും ഒരു സൈഡ് വെന്തിട്ടുണ്ടായിരുന്നു. സൂക്ഷിച്ചൊന്ന് തിരിച്ചിട്ടേ. ഈ തിരിച്ചിടുന്ന പോർഷനാണ് ഇതിനകത്ത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള പാർട്ട്. വീണ്ടും 1 മിനിറ്റ് അടച്ചിട്ട് വേവിച്ചു. എന്നിട്ട് തുറന്നതിന് ശേഷം ശകലം വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തു, ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട്. 10 സെക്കൻഡ് വീണ്ടും അടച്ചിട്ടിട്ട് തുറന്നു. അത് അപ്പോഴേക്കും മസാല ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ.